പുഴയിലേക്ക് എറിയാനുള്ള ഒരു ചാക്ക് കെട്ട് കൊണ്ടുപോകുമ്പോൾ വേലപ്പൻ എന്ന് പറയുന്ന കള്ളൻ വണ്ടിയിലിരുന്ന് പറഞ്ഞു, സാറേ ഇതാ ഇതിന് അനക്കമുണ്ടെന്ന്. അപ്പോൾ എന്താണ് ചാക്ക് കെട്ടിനകത്ത് എന്നുള്ളതാണെന്ന് കള്ളന് മനസ്സിലാക്കി. അങ്ങനെയാണ്, അതൊരു മനുഷ്യ ജീവനായിരുന്നു, ഒരു മനുഷ്യൻ്റെ ശരീരമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആ ചാക്ക് കെട്ടിനായിരുന്നു ശ്വാസം മുട്ടിയും കൂടി മരിച്ചു പോയിരുന്നെങ്കിൽ ആ ചാക്ക് കെട്ട് കൃത്യമായി പുഴയിൽ എറിയുമായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ നമുക്ക് ഇന്ന് കാണുന്ന വിപ്ലവ സൂര്യനായിരുന്ന വി.എസ്. അച്യുതാനന്ദൻ ഉണ്ടാകുമായിരുന്നില്ല. പുന്നപ്ര വയലാർ സമര കാലഘട്ടത്തിൽ പൂഞ്ഞാറിലും അവിടെ ഇവിടെയൊക്കെ പോയി ഒരുപാട് ഒളിവിളി കഴിഞ്ഞ കാലഘട്ടമുണ്ട് വി.എസ്. അച്യുതാനന്ദൻ. അതിനിടയിലാണ് ഒരു പ്രാവശ്യം പോലീസ് പിടിക്കുകയും അദ്ദേഹത്തെ നമ്മുടെ തോക്കിൻ്റെ ബയണറ്റ് കൊണ്ട് നന്നായി തല്ലുകയും ഇടിക്കുകയൊക്കെ ചെയ്തു. അത് വയസ്സുകാലത്ത്, ഇപ്പോൾ എനിക്ക് തോന്നുന്നു മരണസമയത്തും അദ്ദേഹത്തിൻ്റെ കാലിൽ ഇത് കാണും, ഈ ബൂട്ട് കൊണ്ടുള്ള പാടും അതുപോലെ തോക്കിൻ്റെ ബയണറ്റ് കൊണ്ടുള്ള അടിച്ചതുമൊക്കെ. അത് ഒരുപാട് കാലം മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴൊക്കെ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ഷൂ ഒക്കെ ഇട്ടിട്ട് അതിനെ മറയ്ക്കുന്ന രീതിയിലൊക്കെ ആയിരുന്നു നടന്നിരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതുണ്ട്. അദ്ദേഹത്തെ പോലീസുകാരെല്ലാം കൂടെ നന്നായി തല്ലി മരിച്ചുപോയി കാണുമെന്ന് മനസ്സിലാക്കി ഒരു ചാക്കിൽ കെട്ടി, ചാക്കിലായതുകൊണ്ട് പിന്നെ ശ്വാസം കിട്ടാൻ എളുപ്പമുണ്ട്, ചാക്കിൽ ഹോളുകൾ ഉള്ളതുകൊണ്ട് ചാക്കിൽ കെട്ടി പുഴയിലേക്ക് എറിയാൻ കൊണ്ടുപോയി. അങ്ങനെ പുഴയിലേക്ക് എടുത്തെറിയാനാണ് ഈ കള്ളനായിരുന്ന വേലപ്പനെയും കൂടി കയറ്റിക്കൊണ്ട് പോയത്. പക്ഷേ അവിടെ ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ ഇതിൽ അനക്കം കേട്ടുകൊണ്ട് വേലപ്പൻ ബഹളമുണ്ടാക്കി. ആ ബഹളത്തിൽ പോലീസ് എന്നിട്ട് പറഞ്ഞ് കുഴപ്പമില്ല, എടുത്ത് കളയാം നമുക്കെന്ന് പറഞ്ഞെങ്കിലും അദ്ദേഹത്തിൻ്റെ ബഹളം ശബ്ദമൊക്കെ ഉയർന്നപ്പോൾ സാറേ ജീവനുണ്ടെന്ന് പറഞ്ഞ് ഇത് വലിച്ച് തുറക്കുകയൊക്കെ ചെയ്തപ്പോൾ പിന്നെ അപ്പോൾ എന്നാണ് മനസ്സിലായി പോലീസുകാർക്ക് ഒരു പെട്ടെന്നൊരു മാനസാന്തരം ഉണ്ടായി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. അങ്ങനെ ഹോസ്പിറ്റലിൽ മാസങ്ങളോളം ചികിത്സിച്ചിട്ട് വന്ന ആളാണ് വി.എസ്. അച്യുതാനന്ദൻ. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പോരാട്ടങ്ങളുടെ ഒരു പറുദീസയായിരുന്നു. ഒരു ദിവസം 8 പോലീസുകാർ കൂടി 4 സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു എന്നുള്ള വാർത്ത അദ്ദേഹം MLA ആയിരുന്നപ്പോൾ അറിഞ്ഞു. രാത്രി 1 മണിക്കാണ് അറിയുന്നത്. 1 മണിക്ക് തന്നെ അദ്ദേഹം ഇവിടെ നിന്ന് കാറും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് കാറിൽ അവിടെ പോയി അവിടെ കാര്യങ്ങൾ മനസ്സിലാക്കി. വെളുപ്പം രാവിലെ തിരിച്ചു വന്ന് പിറ്റേ ദിവസം അസംബ്ലിയിൽ അവതരിപ്പിച്ചു. CH മുഹമ്മദ് കോയയായിരുന്നു അന്ന് മുഖ്യമന്ത്രി. ആ 4 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു. അപ്പോൾ എവിടെയൊക്കെ മനുഷ്യൻ്റെ ശബ്ദം നിശബ്ദമാകുന്നുണ്ടോ, എവിടെയൊക്കെ സ്ത്രീകളെ പീഡിപ്പിക്കുന്നുണ്ടോ, അതുപോലെ തന്നെ അതേ VS തന്നെയാണ്. ഇത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചതാണ്. CH മുഹമ്മദ് കോയ മുഖ്യമന്ത്രിയായിരുന്ന എത്ര വർഷം മുമ്പാണെന്ന് ആലോചിക്കുക. അതേ VS തന്നെ പെമ്പിള ഒരുമ സമരത്തിനും ചെന്നിരിക്കുന്നത് നമ്മൾ കാണുകയുണ്ടായി. ഇടുക്കിയിൽ മൂന്നാറിലെ പെമ്പിള ഒരുമ സമരത്തിനും ചെന്നിരുന്നു. നമ്മുടെ TP ചന്ദ്രശേഖരൻ മരിച്ചപ്പോൾ KK രമയുടെ വീട്ടിലും പോയിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ CK ജാനുവിനെ കാണാൻ പോയിരുന്നു. ശരിക്കും പറഞ്ഞാൽ അരുന്ധതി റോയിയും പോയി CK ജാനുവിനെ കാണുന്നതിന് ശേഷമാണ് CK ജാനുവിൻ്റെ വാർത്ത തന്നെ ലോകം അറിയുന്നത്. ആ കാലത്ത് നമ്മുടെ വി.എസ്. അച്യുതാനന്ദനും മുത്തങ്ങ സമരത്തിലും ഒക്കെ ബന്ധപ്പെട്ടിരുന്നു. അന്ന് AK ആൻ്റണിയാണ് വെടിവെപ്പ് നടന്നത്, മുത്തങ്ങയിൽ വെടിവെപ്പ് നടന്നത്. അപ്പോൾ ഓരോ വിഷയത്തിലും സ്ത്രീ, മണ്ണ്, വെള്ളം, പരിസ്ഥിതി, സ്ത്രീ, കുട്ടികൾ തുടങ്ങിയ പിന്നെ കർഷക തൊഴിലാളികൾ, ഇങ്ങനെ ആരുടെ പട്ടികജാതി പട്ടികവർക്കാർ വിഷയത്തിലും VSൻ്റെ ഒരു ടച്ചുണ്ട്. ആ VS ടച്ചാണ് ഇന്ന് മുതൽ നമുക്കില്ലാതാവുന്നത്. എന്തായാലും അതൊരു കാലം തന്നെയാണ്, ഒരു കാലഘട്ടം തന്നെയാണ്, ഒരു നൂറ്റാണ്ടിൻ്റെ ഒരു ഇതിഹാസമാണ് നമ്മെ വിട്ട് പിരിഞ്ഞിരിക്കുന്നത്. ഞാൻ ചില അനുഭവങ്ങൾ ഇങ്ങനെ സമൂഹത്തിൽ പങ്കുവെക്കുന്നു. കാരണം ഇനിയൊരവസരം നമുക്കില്ല അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കുവാനും പറയാനും. നാളെ കഴിഞ്ഞതിന് പ്രസക്തിയുമില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ആ പഴയ ചാക്കുകെട്ട് പുഴയിലേക്ക് പോയിരുന്നുവെങ്കിൽ ഒരുപക്ഷേ കേരളത്തിൻ്റെ ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് ആളുകളുടെ ഒരു വിമോചന നായകൻ ഉണ്ടാകുമായിരുന്നില്ല. അതാണ് ദൈവത്തിൻ്റെ കയ്യൊപ്പ്. നമ്മളെന്ത് പറയുമ്പോഴും ദൈവത്തിന് ചില നിശ്ചയദാർഢ്യങ്ങളുണ്ട്. ഓരോ ജീവനുകളും ഭൂമിയിൽ വരുമ്പോൾ അത് ഓരോ കാലഘട്ടത്തിലും എന്ത് ചെയ്യണം, നിശ്ചിത കാലങ്ങളിൽ എന്ത് ചെയ്യണം എന്നുള്ളതിനെ സംബന്ധിച്ചൊരു നിശ്ചയം മുൻകൂട്ടി എഴുതിയിട്ടുണ്ട്. നമ്മളതിന് വിധിയെന്നോ തലവരയെന്നോ തലയിലെഴുത്തെന്നോ എന്ത് വേണം നമുക്ക് പറയാം, അല്ലെങ്കിൽ ഭാഗ്യമെന്നോ ഏത് ഭാഷയിട്ട് വേണം വിളിക്കാം, ഏത് പേരിലും വിളിക്കാം. എന്തായാലും ഈ ഒരു മഹാനുഭവൻ്റെ തലയിൽ വരച്ചതായിരിക്കും ഇങ്ങനെയുള്ള പീഡനാനുഭവങ്ങളിലൂടെ, പോരാട്ടങ്ങളിലൂടെ നാളെയുടെ കേരളത്തിൻ്റെ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ, മനസ്സിൽ ആഴത്തിൽ മുറിവുണ്ടാക്കി, വേദനയുണ്ടാക്കി, സങ്കടമുണ്ടാക്കി കടന്നു പോകണമെന്ന്. ഇന്ന് കാണുന്നില്ലേ ജനകോടികൾ, ജനലക്ഷങ്ങൾ കേരളത്തിൻ്റെ തെരുവോരങ്ങളിൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹം വച്ചിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ അണമുറിയാതെ കടൽ പോലെ ഇരമ്പും പോലെ എത്തുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും പണ്ടൊരിക്കൽ പിണറായി വിജയൻ പറഞ്ഞു, കടലിലെ വെള്ളമല്ല ബക്കറ്റിലെ വെള്ളം, ബക്കറ്റിൽ കോരിക്കഴിഞ്ഞാൽ അത് ബക്കറ്റിലെ വെള്ളമായി മാറും എന്ന് പറഞ്ഞെങ്കിലും ഒരുപാട് ബക്കറ്റുകളിലെ വെള്ളം ചേരുന്നത് കൂടിയാണ് കടൽ എന്ന് ഇവിടെ ഇപ്പോൾ തെളിയിക്കുന്നു. ലക്ഷക്കണക്കിന് ജനങ്ങളാണ് തങ്ങളുടെ പ്രിയ സഖാവിന് അന്ത്യാശ്രുക്കൾ അർപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ മൃതദേഹമുള്ള ഇടങ്ങളിലേക്കെല്ലാം ഒഴുകുന്നത്.